വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് പിക്ചേഴ്സ്. അപ്പോൾ ഈ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. ഒരു 1 ഡേ ട്രിപ്പ്, ഒരു കുട്ടി വ്ലോഗാണ് ഇത് കേട്ടോ. കാരണം അത്രയേ ഉള്ളൂ. 1 ഡേ ട്രിപ്പിൻ്റെയാണ് കുറച്ച് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് അതൊരു വ്ലോഗാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയ്ക്കാണ്. ആലപ്പുഴ പുന്നമടയിലുള്ള ഒരു ഹൗസ് ബോട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഇല്ലാതെ ഫാമിലിയിൽ എല്ലാവരും കൂടി കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടാക്കി കുറേ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കുറേ ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ അതിന് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ ഹൗസ് ബോട്ട്. കാരണം വേറെ ആരും അങ്ങോട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല, നമ്മൾ മാത്രം പോയവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവരൊക്കെയാണുള്ളത്. ഇവർ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരാനും പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സർവീസാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2 റൂമാണ് ഇവർ ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലധികം നേരം നമ്മൾ ഇരിക്കണില്ലല്ലോ, നമ്മളെല്ലാവരും കൂടി കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ 10:30 കയറി വൈകുന്നേരം 4:30 ഇറങ്ങുന്നു. ആ ഒരു കുറച്ച് സമയമല്ലേ നമ്മളുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് കുട്ടികൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് റൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷ് ആവാൻ എല്ലാവരും കയറി ഒന്ന് സെറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കുറച്ച് എനർജിയൊക്കെ വെച്ച ശേഷം ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ വകയായിരുന്നു, അച്ഛന്മാർക്കും അമ്മമാർക്കുള്ള ഗെയിമായിരുന്നു കേട്ടോ. ഈ ഗെയിംസിൻ്റെ സമയത്തായാലും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സറിഞ്ഞ് എല്ലാവരും ചിരിച്ച് കളിച്ചിട്ടൊക്കെ മൈൻഡ് അത്രയ്ക്കും ഫ്രീ ആയി വിട്ടിട്ടാണ് എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് കണ്ടപ്പോൾ നല്ല സന്തോഷം. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടന്നു എന്നുള്ളൊരു ആത്മനിർവൃതി എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു കേട്ടോ. വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുട്ടികളെ ഞാൻ അലമ്പാക്കുമോ എന്നുള്ള ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരവിടെ എത്തിയപ്പോൾ അവരുടേതായ ഒരു ലോകത്ത് അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവള് കുറച്ച് നേരമൊക്കെ ഒന്ന് സൈലന്റ് ആയിരുന്നു. പിന്നെ അവൾ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സ്പീഡ് ബോട്ടിൽ കയറാനായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ടിൽ കയറുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. പിന്നെ ഒരിക്കലെങ്കിലും ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണ്ടേ അല്ലേ. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാർലിയിലൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ കാണാണ്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മൂപ്പര് ചോദിക്കില്ലേ ഇതൊക്കെ കണ്ടിട്ടാണോ വന്നതെന്ന്. അതുപോലെയൊക്കെ തന്നെ നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ഒരു അടിപൊളി കാര്യമല്ലേ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ കയറിയത്. ആദ്യം ചെറിയ ടെൻഷനൊക്കെ വന്നു, പിന്നെ അത് സെറ്റായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങളൊരു ടീമായിട്ട് ഇറങ്ങി, അത് കഴിഞ്ഞ് കുട്ടികളും ഓരോ ടീമായിട്ട് ഇറങ്ങാ. പക്ഷെ ഇതിൽ കോൾ അടിച്ചത് ദേ 11 ആയിരുന്നു കേട്ടോ. പിള്ളേരെ മുഴുവൻ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കരച്ചിലായിരുന്നു. കുട്ടികളെ പിന്നെ അതിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവന്റെ കരച്ചിൽ കേട്ടതും ചാച്ചൻ പിന്നെ ഒന്നും നോക്കിയില്ല, ചാച്ചൻ മകനെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആള് ചെറിയ രീതിയിൽ സ്പീഡിലും നല്ല പതുക്കെ ഒരു റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവന്ന് വിടുകയും ചെയ്തു കേട്ടോ. ഇതാണ് പിള്ളേരെ പട. അത് കഴിഞ്ഞ് ഇതാണ് പാരൻസ് പട. ഇത് അമ്മയുടെ അനിയത്തിയും പിന്നെ ബ്രദേഴ്സും ആണ് കേട്ടോ. അത് നെക്സ്റ്റ് കേക്ക് കട്ടിങ് ആയിരുന്നു. വൻ പ്ലാനോടുകൂടി വൻ സർപ്രൈസോടുകൂടി ഞാൻ റെഡിയാക്കിയ ഒരു കേക്കായിരുന്നു അത്. സർപ്രൈസൊക്കെ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടലായിരുന്നു. ഞാൻ നീലേട്ടനറിയാതെ ഹൗസ് ബോട്ടിലെ ആൾക്കാരനെ കോണ്ടാക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത കേക്കാണ്. തലേന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് വിളിച്ചതും കോൾ എടുത്തത് നീലേട്ടനായിരുന്നു. പിന്നെ സർപ്രൈസൊക്കെ അവിടെ തന്നെ പൊളിഞ്ഞ് പാളിസായി പോയി. സർപ്രൈസ് പൊളിഞ്ഞ സങ്കടം ഞാൻ പിന്നെ ഫുഡ് കഴിച്ചങ്ങോട്ട് തീർത്തു. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഉപ്പേരിയും അവിയലും, അവിടുത്തെ രീതിയിലുള്ള അവിയലാണല്ലോ, പാലക്കാട് അവിയലല്ല. അപ്പോൾ അവിയലും ഉപ്പേരിയും പിന്നെ മീൻ വറുത്തതൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുടുംബത്തിലൊരു കല്യാണം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസൊക്കെ മുതിർന്നവർ തമ്മിൽ നടത്തി. മുതിർന്നവരവിടെ അപാര ഡിസ്കഷനിലാണെങ്കിൽ താഴെ നമ്മുടെ പിള്ളേർ അടിപൊളി ഡാൻസിലായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തൊരു സ്പോട്ടായിരുന്നു കേട്ടോ ഇത്.
അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഒരു ഫോട്ടോയെങ്കിലും എടുത്തിട്ടുണ്ടാവും, കുട്ടികൾ ഒഴികെ. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് താഴെ നിൽക്കാൻ പറ്റൂല, അത്രയ്ക്കും നല്ല വെയിലും കാലും പൊള്ളൊരു ചൂടായിരുന്നു. ഓരോരുത്തരുടെ ഫേസിലുള്ള എക്സ്പ്രഷനും ഉള്ളിലുള്ള ഫീലിങ്സും രണ്ടായിരുന്നു, അത്ര ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ചായയും കടിയും ഉണ്ടായിരുന്നു, കൂടെ ഈ ചേട്ടൻ്റെ നല്ല നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. എല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്തിട്ടൊക്കെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിലേക്ക് പോവാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ കൂടെ വന്നവരും ഉണ്ട്, പിള്ളേരൊക്കെ കേട്ടോ. അങ്ങനെ അവരിനൊക്കെ ഒന്ന് ഹാപ്പി ആക്കാന്നുള്ളൊരു മൈൻഡിൽ ബീച്ചിൽ പോയി കുറേ നേരം അവിടെ നിന്ന് മൈൻഡൊക്കെ നല്ല പീസ്ഫുള്ളാക്കി സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആമക്കുട്ടിക്ക് പനിയായതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൽ ഇറക്കാതെ മുകളിൽ മണ്ണിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. എന്നാലും സൺസെറ്റ് കാണാതെ വരുന്നത് മോശമല്ലേ, ഇത്രയും ദൂരത്തു നിന്ന് പോയതല്ലേ ഒന്നുമില്ലെങ്കിലും. അതും കടലില്ലാത്ത ജില്ലയിൽ നിന്ന് പോയതാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാവരുടെയും ഒന്ന് എത്തി നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരാനുണ്ടായിരുന്നു. ഇതാണ് അൺകംപ്ലീറ്റഡ് ഫാമിലി, കാരണം 1-2 പേര് മിസ്സിങ് ആയിരുന്നു കേട്ടോ അതിൽ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബ് ഓളം ഒന്നും അല്ലായിരുന്നു കേട്ടോ. തിരിച്ചു വരും മൂഡിലായിരുന്നു എല്ലാവരും, ഫുൾ ഡാൻസും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുപ്പള്ളിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് പോയില്ല, അടുപ്പള്ളിയിൽ തന്നെ നിന്നു. ബാക്കി എല്ലാവരും പാലക്കാട് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ. വീഡിയോ വരുന്നത് വരേക്കും ബൈ.